എല്ലാവർക്കും നമസ്കാരം. ചക്കീസ് ടൈലറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരു പ്ലെയിൻ ചുരിദാർ മെറ്റീരിയലാണ്. ഇതിൻ്റെയും ഫ്രണ്ട് പീസ് നമുക്ക് ഡിസൈൻ ചെയ്ത് ചുരിദാറിനോട് അറ്റാച്ച് ചെയ്ത് എങ്ങനെയാണ് ഒരു നല്ല ഭംഗിയുള്ള ചുരിദാർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിന് ആദ്യം തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്ത് ഇതിൽ നിന്നും ഒരു പീസ് മാറ്റിയിട്ട് അതിൽ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടതിൽ കുറച്ച് പേര് എന്നോട് ചോദിച്ചായിരുന്നു പഴയ മെഷീൻ കൊടുത്തോ എന്ന്. പഴയ മെഷീൻ കൊടുത്തിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു മെഷീനും കൂടി വാങ്ങിച്ചതാണ്. എനിക്ക് ലോക്ക് ചെയ്യാനായിരുന്നു ഞാൻ മെയിനായിട്ടൊരു മെഷീൻ നോക്കി നടന്നത്. അപ്പോൾ ലോക്കിംഗ് മാത്രമല്ല, ഇത് ലോക്കിംഗ് ഉൾപ്പെടെ 35 തരം സ്റ്റിച്ചിങ് ഉള്ളൊരു മെഷീനാണ് ഞാൻ വാങ്ങിച്ചത്. കഴിഞ്ഞ ദിവസം ഒരു നൈറ്റിയിൽ ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നതാണ് കാണിച്ചത്. ഇന്ന് നമുക്ക് നമ്മളുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് വർക്ക് ചെയ്തിടാം. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ഏത് സ്റ്റിച്ച് വേണം, എത്രത്തോളം വർക്ക് വേണം എന്നൊക്കെ വെച്ചിട്ട് നമുക്കത് ചെയ്തിടാവുന്നതാണ്. ഇതിൽ ഞാൻ ഇങ്ങനെ ഒരു വർക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിത് ചുരിദാറുമായിട്ട് അറ്റാച്ച് ചെയ്യാം. നമ്മൾ ഡിസൈൻ ചെയ്തെടുത്ത പീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ നീളവും വീതിയും ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. നീളം 13.5 വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 3 സൈഡും മടക്കി അടിക്കാനുണ്ട്. മടക്കി അടിച്ചൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ വീതി 10 ഇഞ്ച് വരും. പിന്നെ താഴത്ത് മടക്കി അടിച്ച് കഴിയുമ്പോൾ ഇത് 13 ഇഞ്ചിൽ നീളം കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇതിൻ്റെ 3 സൈഡും മാത്രം മടക്കി അടിക്കാം. ഈ മുകളിൽ ഭാഗം മടക്കി അടിക്കേണ്ടതില്ല. നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തെടുത്ത ഭാഗം ചുരിദാർ മെറ്റീരിയലിൻ്റെ നെക്ക് ഭാഗത്ത് ഞാൻ നെക്ക് കട്ട് ചെയ്തിട്ടില്ല. ഇവിടെ ഒരു വി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലും ഒരു വി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ 3 ഭാഗവും നല്ല വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം നമുക്കിതിനോട്. പിന്നെ ഇതിൻ്റെ സൈഡ് ഞാൻ മടക്കി അടിച്ചപ്പോൾ നൂലിൻ്റെ അകലം 4-4.5 ഇഞ്ചിലാണ്, 4-4.5 ഇട്ട് സ്റ്റിച്ച് ചെയ്തത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് അഴിച്ചു കളയാലോ. അപ്പോൾ നമ്മൾ സാധാരണ നോർമൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 2.5 ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് അഴിച്ചു കളയാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ നൂലിൻ്റെ അകലം കൂട്ടിയിട്ടത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ടോപ്പ് മെറ്റീരിയലിൽ നമ്മൾ ഈ ഡിസൈൻ ചെയ്ത ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് വെച്ചു. ഇനി പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഞാൻ ലൈനിങ് വെക്കാതെയാണ് ഇത് തമ്മിൽ അറ്റാച്ച് ചെയ്തത്. ഇനിയാണ് ഇതിൽ ലൈനിങ് ഒക്കെ വെച്ചിട്ട് നെക്ക് ഡിസൈനൊക്കെ നെക്ക് ക്യാൻവാസിൽ വെട്ടിയതൊക്കെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പീസൊക്കെ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ലൈനിങ് വെക്കുന്നതിന് മുൻപ് ഇത് വെക്കുന്നത് കൂടുതൽ ഭംഗിയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ലൈനിങ്ങിനൊക്കെ മുമ്പ് വെച്ച് കൊടുത്താൽ നന്നായിരിക്കും. നമുക്കിനി ഇതിനകത്ത് ലൈനിങ് ഒക്കെ വെച്ചിട്ട് കാണിച്ചു തരാം. ഫ്രണ്ട് പീസിൽ ചെയ്ത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബാക്ക് പീസിൽ ലൈനിങ് ഒക്കെ വെച്ചിട്ട് ഇതിനോട് അറ്റാച്ച് ചെയ്യാനുണ്ട്. പിന്നെ നമുക്കിതിന് വേണമെങ്കിൽ സൈഡിൽ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് ചെറിയ ലേസൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. പക്ഷെ അത് ഒത്തിരി ഓവറായി പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വെച്ചില്ല. പിന്നെ ഇതുപോലെ ഒരു പ്ലെയിൻ തുണിയൊക്കെ കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ ഭംഗിയാക്കാനായിട്ട് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ ഡിസൈനൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ചുരിദാറിൻ്റെ ഒരു ഭംഗിയേ മാറും. അപ്പോൾ നമ്മൾ കൂടുതൽ നമുക്കിപ്പോൾ ചെറിയ ഒരു വരുമാനത്തിലിരിക്കണവർക്കാണെങ്കിലും കൂടുതൽ ഓർഡറുകൾ വരും. അപ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു കഴിവിനെ വികസിപ്പിച്ചൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ബാക്കും ഫ്രണ്ടൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഫുള്ള് ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ കൂടെ തന്നെ. ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം.